മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് 2025 പൃഥ്വിരാജ് സുകുമാരന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് 2019 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയിൽ ലാലേട്ടനായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടത്. പൃഥ്വിരാജ് സുകുമാരനായിരുന്നു ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. വമ്പൻ താരനിരയിലെത്തിയ മൾട്ടി സ്റ്റാർ ചിത്രം ബോക്സ് ഓഫീസിൽ 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് ഒരുപാട് നിരാശാജനകമായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെക്കുന്നു, അല്ലെങ്കിൽ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും വരുന്നില്ലെന്നുള്ള പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ആരാധകരുടെ സംശയങ്ങൾക്ക് ഇപ്പോഴത്തെ വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻസ് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കണം. ചിത്രത്തിന്റെ നേരത്തെ പ്രൊഡക്ഷൻസ് ഏറ്റെടുത്തിട്ടുണ്ടായത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ആയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയെന്നും പകരം ശ്രീ ഗോകുലം മൂവീസ് ചിത്രം ഏറ്റെടുത്തെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഇന്ന് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിന് തിരക്കഥ എഴുതിയ മുരളിഗോപി തന്നെയാണ് രണ്ടാം ഭാഗത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രം നിർമ്മിക്കുന്ന ആന്റണി പെരുമ്പാവൂരാണ്. സുജിത് വാസുദേവാണ് ലൂസിഫറിലും എമ്പുരാനും വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ടായത്. ചിത്രത്തിൽ ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനായിട്ടായിരുന്നു ആദ്യ ഭാഗത്തിലെത്തിയതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു അധോലോക നായകനായിട്ടാണ് രണ്ടാം ഭാഗത്തിലെത്തുന്നത്. ആന്റണി പെരുമ്പാവിന്റെ ആശീർവാദ് സിനിമാസും സുഭാസ്കറിന്റെ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നായിരുന്നു ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിച്ചതെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്നാൽ എമ്പുരാനിൽ നിന്നും ലൈക്ക പിന്മാറുന്നു എന്ന സൂചനകൾ നേരത്തെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനൊരു അനൌദ്യോഗിക സ്ഥിരീകരണം കൂടി വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ലൈക്ക നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നതോടെ ശ്രീ ഗോകുലം മൂവീസ് സിനിമ അതായത് ലൈക്കയുടെ ഷെയർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എമ്പുരാൻ 2.0, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയ പാൻ ഇന്ത്യ ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ച പ്രൊഡക്ഷൻസ് ആണ് ലൈക്ക. ഈ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഈ ഒരു സിനിമ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ചിത്രം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടെന്നു. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് നീണ്ടുപോകെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ലൈക്ക പിന്മാറി പകരം ശ്രീ ഗോകുലം മൂവീസ് ഈ ഒരു സിനിമ ഏറ്റെടുത്തെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം എന്തൊക്കെയാണ് March 27 തന്നെ തിയേറ്ററിലെത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ March 27 നിങ്ങൾ എത്ര പേരാണ് എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.